ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ നെയ്യപ്പം ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാനിനി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മുടെ രുചികരമായിട്ടുള്ള നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നെയ്യപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സാദാ പച്ചരിയാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട ശേഷം നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. ഇപ്പോൾ 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പച്ചരി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ പച്ചരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരിയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കാം. നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒട്ടും തന്നെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ശർക്കരയാണ്. നല്ല മധുരമുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ കരടൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ശർക്കരപ്പാനി 1/4 കപ്പ് ശർക്കരപ്പാനി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ പച്ചരിയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഈ പച്ചരി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവൻ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചാണ് നമ്മളിത് അരക്കുന്നത്. ഒരുപാട് ഒഴിക്കരുത്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ഏലക്ക ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെയ്യപ്പത്തിനായതുകൊണ്ടിട്ട് നമുക്ക് പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അധികം ഒഴിച്ചു കൊടുക്കണ്ട, വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് അരച്ച് നോക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ കറക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് മുഴുവൻ ബാറ്ററും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല രുചിക്കും നല്ല ഫ്ലേവറിനും വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യപ്പത്തിൻ്റെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ 4 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം. നെയ്യപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് നമുക്കിത് നല്ല സോഫ്റ്റും നല്ല രുചികരമായിട്ടുള്ള ഒരു നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു കയ്യിൽ മാവെടുത്ത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണിത് നമുക്ക് പെട്ടെന്ന് തന്നെ പൊങ്ങി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് മീഡിയത്തിലും സിമ്മിലാക്കി ചേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ ഉള്ളൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ച് കൊടുക്കുന്നത്. ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് സിമ്മിലാക്കിയാലും കുഴപ്പമില്ല, മീഡിയത്തിലാക്കി ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്.
ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് നെയ്യപ്പമാണ്, കഴിക്കുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ്. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ സന്തോഷപൂർവ്വം കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ട്രഡീഷണൽ ആയിട്ടാണ് നമ്മൾ ഈ നെയ്യപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ രുചിയും നല്ലൊരു ടേസ്റ്റൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ബാക്കി നെയ്യപ്പം കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.